കാട്ടുപന്നി ആക്രമണത്തിൽ മരിച്ച തോട്ടം തൊഴിലാളി രഘുനാഥന്റെ കുടുംബത്തിന് 10 ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ച സർക്കാർ. അടിയന്തര സഹായമായി 10,000 രൂപ നൽകും. കുടുംബത്തിലെ ഒരംഗത്തിന് വനം വകുപ്പ് സർക്കാർ ജോലി നൽകും. സൂര്യഗായത്രി കൊല്ലത്ത് നിന്ന് വിവരങ്ങൾ പങ്കുവയ്ക്കും. സൂര്യഗായത്രി, ഇപ്പോഴിതാ രഘുനാഥന്റെ കുടുംബത്തിന് 10 ലക്ഷം രൂപയാണ് ധനസഹായം പ്രഖ്യാപിച്ചിരിക്കുന്നത് സർക്കാർ. അതോടൊപ്പം തന്നെ അടിയന്തര സഹായമായി 10,000 രൂപ നൽകുമെന്ന് കൂടി മനസ്സിലാക്കുന്നു. ശ്രീന്തി, രാവിലെ 11 മണിയോടുകൂടിയാണ് ഈ കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ കൊല്ലം പുനലൂരിൽ തോട്ടം തൊഴിലാളി മരിച്ചത്. പുനലൂർ ചാലിയേക്കര ഉപ്പുകുഴി എസ്റ്റേറ്റിലെ തോട്ടം തൊഴിലാളിയാണ് 58 വയസ്സുള്ള രഘുനാഥൻ. അതിനു പിന്നാലെ ഈ വന്യമൃഗ ആക്രമണത്തെ ചൊല്ലി വലിയ തരത്തിലുള്ള പ്രതിഷേധമൊക്കെ ഈ സ്ഥലത്ത് നടക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. എന്തായാലും ഇപ്പോൾ മരിച്ച രഘുനാഥന്റെ കുടുംബത്തിന് ധനസഹായം സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. 10 ലക്ഷം രൂപ നൽകുമെന്നുള്ള കാര്യമാണ് MLA PS സുബാൽ അറിയിച്ചിരിക്കുന്നത്. അടിയന്തര സഹായമായിട്ട് 10,000 രൂപ നൽകാനും തീരുമാനിച്ചിട്ടുണ്ട്. കൂടാതെ കുടുംബത്തിലെ ഒരംഗത്തിന് വനംവകുപ്പ് സർക്കാർ ജോലി നൽകുമെന്നുള്ള ഉറപ്പുകൂടി നൽകിയിട്ടുണ്ട്. ഭാര്യയും മകളും അടങ്ങുന്നതാണ് രഘുനാഥന്റെ കുടുംബം. കൂടാതെ ഈ കുടുംബം ഒരു പുറമ്പോക്ക് സ്ഥലത്താണ് താമസിച്ചിട്ടുണ്ടായിരുന്നത്. ഇവർക്ക് സ്വന്തമായിട്ട് ഒരു വീട് ഉറപ്പാക്കും എന്നുള്ള വാഗ്ദാനം കൂടി നൽകിയിരിക്കുകയാണ്. അത് സ്ഥലം വാങ്ങി വീട് വെച്ച് നൽകാനുള്ള നടപടികൾ സ്വീകരിക്കും എന്നുള്ള ഒരു ഉറപ്പുകൂടി MLA PS സുബാല് നൽകി കഴിഞ്ഞിട്ടുണ്ട്. അതുകൂടാതെ ഇന്നിപ്പോൾ ഈ സംഭവത്തെ തുടർന്ന് പുനലൂർ DFO ഉൾപ്പെടെ ഉള്ളവർ സ്ഥലത്തെത്തുകയും ഈ സംഭവങ്ങളിൽ കൂടുതൽ വിശദമായിട്ടുള്ള കാര്യങ്ങൾ അന്വേഷിക്കുകയും ഒക്കെ ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. സാധാരണഗതിയിൽ വന്യമൃഗ ആക്രമണം രൂക്ഷമായിട്ടുള്ള ഒരു പ്രദേശം കൂടിയാണ്. അത് നിയന്ത്രിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കും എന്നുള്ള കാര്യം കൂടി അറിയിച്ചിട്ടുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.